അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 7 ഒരു വമ്പൻ ട്വിസ്റ്റ് വന്നിരിക്കുകയാണ്. വേറെ ഒന്നല്ല, ഡയറക്റ്റ് എവിക്ഷൻ, പക്ഷെ വേറെ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് സംസാരിക്കാം. എന്റെ പേര് ഷഹീർ. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ബിഗ് ബോസ് ഡയറീസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ ഇതിലെന്ത് സംഭവം എന്ന് വെച്ചാല് ഒരു ഡയറക്റ്റ് എവിക്ഷൻ ആണ് ബിഗ് ബോസ് ചെയ്യുന്നത്. ഒരു 7ന്റെ പണി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇവര് ഇത് എങ്ങനെയാന്ന് വെച്ചാൽ ഇവിടെ മറ്റേ ജിസൈലിന്റെയും അനിമളുടെ മറ്റേ ജഡ്ജ് കേസ് ഈ സംഭവം ഇങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ ബിൻസിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നു. കൺഫെഷൻ റൂമിൽ പോയിട്ട് എന്താണ് ഈ ബുക്ക് വായിക്കാനായിട്ടുള്ള ഡയറക്റ്റ് എവിക്ഷന്റെ സംഭവം വായിക്കാനായിട്ട് പറയുന്നു. അതിനുശേഷം വായിച്ചതിന് ശേഷം പുറത്തേക്ക് വരുന്നു. അതിലെ നിയമങ്ങളെല്ലാം പറയുന്നു. ഇതിൽ നിങ്ങൾ 4 പേര് സെലക്ട് ചെയ്യണം. 4 പേര് എന്താണ് വെള്ളിയാഴ്ച വരെ രാത്രി പുറത്ത് കിടക്കണം, പുറത്ത് കിടന്നുറങ്ങണം. അതെപ്പോഴാണെന്ന് വെച്ചാൽ രാവിലെ ഓക്കെ, രാത്രി ലേറ്റ് ഓഫ് ആവുന്ന ടൈമില്ലേ രാത്രിയില്, ആ സമയം മുതല് രാവിലെ ലൈറ്റ് ഓൺ ആവുന്നത് വരെ ഇവര് പുറത്ത് കിടക്കണം. ഓക്കെ, ഇനി 4 പേർക്ക് കിടക്കാൻ ഒരു കട്ടിലേ ഉണ്ടാവത്തുള്ളൂ. ഈ ഒരു കട്ടിലേ ഉണ്ടാവുള്ളൂ. അതിൽ മാത്രമേ അവർക്ക് കിടക്കാൻ പറ്റുള്ളൂ. വേറെ തറയിലോ ഇവിടെ ഒന്നും പോയി കിടക്കരുത്. 4 പേർക്ക് കിടക്കാനുള്ളത് അവിടെ മറ്റേ ഇതിൽ തന്നെയാണ്. ഇനി ആരെങ്കിലും ഈ താഴെ കിടന്നുറങ്ങിയാൽ അവരെടുത്ത് എന്താണ് ഒരു ഗാർഡൻ ഏരിയയിൽ റെഡ് പോയിന്റ് ഉണ്ട്, ആ പോയിന്റ് കിടത്താം. അവർ ആ കൊണ്ടുപോയി എടുക്കുന്ന നേരത്തെ അവർ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവർ ഔട്ടാകും. ഇല്ലെങ്കിൽ അവർ ഈ കൊണ്ടുപോകുന്ന സമയത്തോടെ അവർ എഴുന്നേക്കുകയാണെങ്കിൽ വീട്ടിൽ ലൈറ്റ് ഓൺ ആവും. ഓട്ടോമാറ്റിക്കലി ഓൺ ആയതിനു ശേഷം ഇവര് എഴുന്നേക്കുകയാണെങ്കിൽ ഇവർ ഔട്ട് ആവത്തില്ല. ഇതാണ് സംഭവം. അപ്പൊ ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസിനെ എല്ലാവർക്കും ഒരു 7ന്റെ പണി തന്നെ കിട്ടിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് പറയാം ആരൊക്കെയാണ് വോട്ട് ചെയ്തത്. എല്ലാം നമ്മുടെ എവിക്ഷനില്ലേ, നമ്മുടെ നോമിനേഷൻ എവിക്ഷനില്ലേ, അതിൽ പറഞ്ഞ ന്യായങ്ങളും ഇതൊക്കെ തന്നെയാണ്. പിന്നെ ജട്ടി കേസാണ്, ഫുൾ ജട്ടി കേസും പിന്നെ ഷാനവാസിന്റെ നമ്മുടെ മറ്റേ കുലപുരുഷനായിട്ടുള്ള ഒരു സംഭവം, അതൊക്കെ തന്നെയാണ് എല്ലാവരും കാരണമായിട്ട് പറയുന്നത്. അപ്പോൾ ആരൊക്കെയാണ് നമുക്ക് പറയാം. ബിൻസി പോവാണ്. ബിൻസി രേണുവിന്റെയും നെവിന്റെയും ജിസൈലിന്റെയും അതുപോലെ ഷാനവാസിന്റെ പേര് പറയുന്നു. രേണുസുതി വരെയാണ്. രേണുസുതി വന്നിട്ട് അഭിലാഷിന്റെയും അക്ബറിന്റെയും ഷൈത്യയുടെയും രന ഫാത്തിമയുടെ പേരും പറയുന്നു. അത് കഴിഞ്ഞിട്ട് ആദിലയും നോറ വരുന്നു. ഷാനവാസിന്റെയും രഞ്ജിത്തിന്റെയും ഷൈത്യയുടെയും ആര്യന്റെ പേര് പറയുന്നു. ബിന്നി സെബാസ്റ്റ്യൻ വരെയാണ്. ബിന്നി സെബാസ്റ്റ്യൻ ഷാനവാസിന്റെ പേരും ആദില നോറയുടെ പേരും രഞ്ജിത്തിന്റെ പേരും ഷൈത്യയുടെ പേര് പറയുന്നു. അടുത്തത് സരിക വരെയാണ്. സരിക വന്നിട്ട് രന ഫാത്തിമയുടെയും ഷാനവാസിന്റെയും ആര്യന്റെയും ബിൻസിയുടെയും പേര് പറയുന്നു. ഷൈത്യ വരികയാണ്. ഷൈത്യ വന്നിട്ട് ബിന്നിയുടെ പേരും ബിൻസിയുടെ പേരും ജിസയലിന്റെ പേരും റെനയുടെ പേരും പറയുന്നു. അടുത്തത് അനിമോൾ വരെയാണ്. അനിമോൾ വന്നിട്ട് ഷാനവാസിന്റെ കേസ് പറയുന്നു. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ജിസയലിനെ പറയുന്നു, രഞ്ജിത്തിനെ പറയുന്നു, രേണുവിനെ പറയുന്നു. അത് കഴിഞ്ഞിട്ട് രന വന്നിട്ട് നെവിനെ പറയുന്നു, രഞ്ജിത്തിനെ പറയുന്നു, സരികയെ പറയുന്നു, ഷൈത്യയെ പറയുന്നു. ഷാരിക വരെയാണ്. ഷാരിക ഷാനവാസിനെ പറയുന്നു, ഷൈത്യയെ പറയുന്നു, സരികയെ പറയുന്നു, ജിസയലിനെ പറയുന്നു. അത് കഴിഞ്ഞിട്ട് ആര്യൻ ഷാനവാസിന്റെ പേര്, ഷൈത്യയുടെ പേര്, സരികയുടെ പേര്, ആദില ആൻഡ് നോറയുടെ പേര് പറയുന്നു. ഈ നെവിൻ വന്നിട്ട് പറയുന്നു രേണു, ബിൻസി, ജിസൈൽ. എനിക്ക് ഈ നെവിന്റെ എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടു. കാരണം കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു വെച്ചാൽ വേറെ ഒന്നുമല്ല. ഈ നെവിൻ എന്താണ് ആരും പ്രതീക്ഷിക്കാത്ത പേര് പറഞ്ഞു. കാരണം ഉള്ള റീസൺസും പറഞ്ഞു. കുറച്ച് എല്ലാവരും അവിടെ ചെയ്തു ഇവിടെ ചെയ്തു എന്നുള്ള കാര്യം ഈ സെയിം സാധനം തന്നെ എല്ലാവരും ഒരാൾ പറഞ്ഞെങ്കിൽ നെവിൻ കുറച്ചും കൂടി വേറെ ടോപ്പിക് എടുത്ത് പറഞ്ഞു. അവിടെ ജിസൈല് വരെയാണ്. ജിസൈല് അനിമോളുടെ പേര്, ബിൻസിയുടെ പേര്, ഷൈത്യയുടെ പേര്, ഷാരികയുടെ പേര് പറയുന്നു. അപ്പൊ അതിന് ശരത്ത് വരുന്നു. ജിസൈലിന്റെ പേര്, ബിൻസിയുടെ പേര്, ഷാരികയുടെ പേര്, ഷാനവാസിന്റെ പേര് പറയുന്നു. പിന്നെ അക്ബർ ഖാൻ വരെയാണ്. ഷൈത്യ, ബിൻസി, ഷാനവാസ്, സരിക, ഈ 4 പേരുടെ പേര് പറയുന്നു. രഞ്ജിത്ത് വരെയാണ്. രേണു, ഷൈത്യ, ആര്യൻ, അക്ബറിന്റെ പേര് പറയുന്നു. ഒനീൽ വരെയാണ്. രന, ജിസേൽ, അനിമോൾ, ആര്യന്റെ പേര് പറയുന്നു. അഭിലാഷ് വരെയാണ്. രേണുയുടെ പേര്, രനയുടെ പേര്, രഞ്ജിത്തിന്റെ പേര്, ഷാനവാസിന്റെ പേര് പറയുന്നു. അത് കഴിഞ്ഞിട്ട് ഷാനവാസ് വരെയാണ്. ഷാനവാസ് വരുമ്പോഴാണ് കോമഡി മൊത്തം നടക്കുന്നത്. ഷാനവാസ് പറയുന്നത് എന്ത് ചെയ്യുന്നത് ഒന്നും ഷാനവാസിന് അറിയത്തില്ല. ഷാനവാസ് എന്തൊക്കെയോ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അവരെ നന്നാക്കാൻ ശ്രമിക്കുകയാണോ? കാരണമാണ് ഷാനവാസ് പറയുന്നത്. ഷാനവാസ് വേറെ എന്തൊക്കെയോ മണ്ടത്തരങ്ങളാണ് വിളിച്ചു പറയുന്നത്. ഇതെന്തായാലും ലാലേട്ടൻ വന്ന് ചോദിക്കും, 100% ഉറപ്പാണ്. എനിക്ക് ഇത് കണ്ടപ്പോഴും എന്താണ്
സേഫ് ഗെയിമിംഗ് ആയിട്ട് തോന്നി. ഷാനവാസിന് സേഫ് ഗെയിം ഒന്നും പറയാതെ പക്ഷേ വോട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സമ്മതിച്ചു. പക്ഷെ പറയുന്നില്ല ഒന്നും പുറത്തേക്ക്. ഞാൻ ഒരു കാര്യം പറയട്ടെ, എവിക്ഷനില് സ്ത്രീ മറ്റേ ഇത് പറഞ്ഞല്ലോ, കേരളയുടെ സംസ്കാരം ഇതല്ല, ആ പറഞ്ഞ ധൈര്യം പോലും ഇതിൽ പറയുന്നില്ല. ഒന്നുമില്ല. സേഫ് ഗെയിമിംഗ് ആണ് ഷാനവാസ് ഇതിൽ കളിക്കുന്നത്. ഷാനവാസിനൊരു പേടി, എല്ലാരും കൂടെ ഒന്ന് അറ്റാക്ക് ആക്കുമെന്നുള്ളൊരു പേടി ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഷാനവാസ് ഒന്നും പറയുന്നില്ല. ഷാനവാസ് എന്തൊക്കെയോ വെറുതെ ഒന്നുമില്ലാത്ത കാര്യത്തിന് പിച്ചയെ മാന്തിയെ എന്നുള്ള കേസിന് മാത്രമാണ് അതുപോലും അല്ലാത്ത എന്തൊക്കെയോ കേട്ടിരുന്ന കണ്ടസ്റ്റൻസിനും അവിടെയുള്ള കണ്ടസ്റ്റൻസിനും എനിക്കും ഭ്രാന്ത് പിടിച്ചിരിക്കുകയായിരുന്നു. എന്തൊക്കെയാണ് ഈ ഷാനവാസ് വിളിച്ചു പറയുന്നത്? അങ്ങനെ മുക്കി അവസാനം ആദില നോറയുടെ പേര് പറഞ്ഞു, ആര്യന്റെ പേര് പറഞ്ഞു, ബിൻസിയുടെ പേര് പറഞ്ഞു, അക്ബറിന്റെ പേര് പറയുന്നു. അനീഷ് വരെയാണ്, ക്യാപ്റ്റനായ അനീഷ് വരെയാണ്. അനിമോൾ വരുന്നു, ഷാരിക വരുന്നു, രേണ വരുന്നു, ജിസൈൽ വരുന്നു. അനീഷ് ആണെങ്കിൽ എല്ലാവരെയും ഉപദേശിക്കുകയാണ്, നിങ്ങൾ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. അപ്പൊ ബിഗ് ബോസ് എന്ന് പറയുന്നു, അനീഷ് ഇവിടെ ഉപദേശമല്ല വേണ്ടത്, ഇവരെന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ അത് പറയാന്നാണ് പറയുന്നത്. എന്നിട്ട് ബിഗ് ബോസ് പറയണ എത്ര പേരാണെന്ന് പറയുന്നു. അപ്പോ കുറെ പേരിങ്ങനെ ആലോചിക്കുക, അവർക്ക് കൺഫ്യൂഷൻ, 4 പേരായതുകൊണ്ട് തന്നെ എല്ലാവർക്കും കൺഫ്യൂഷനായി. അപ്പൊ എന്ത് ചെയ്തു, ഇവര് വന്നിട്ട് നമ്മുടെ അനീഷ് ബിഗ് ബോസ് ചോദിക്കുകയാണ്, അനീഷ് എത്ര പേരായെന്ന് പറയുമ്പോൾ ഓക്കെ പറയുന്നു. എന്നിട്ട് അപ്പോഴും എണ്ണി കഴിഞ്ഞിട്ടില്ല, എപ്പോഴും എണ്ണൊന്നും കഴിഞ്ഞിട്ടില്ല. നമ്മുടെ എന്താ പറഞ്ഞു വരുന്നത് ഞാൻ, മറ്റേ ബിഗ് ബോസ് പറഞ്ഞു നിങ്ങളൊന്നും ഇത് ചെയ്യാതെയാണ് നിങ്ങൾ ഉറപ്പ് പറയുന്നതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് തന്നെ പറഞ്ഞേക്കാം അനീഷ് പോയിരുന്നോളൂ എന്ന് പറയാണ്. അപ്പോ എല്ലാരും 4 പേര് പറയാം. ഒന്ന് ഷാനവാസിന് 10 വോട്ട് കിട്ടുന്നു, ഷൈത്തേക്ക് 9 വോട്ട് കിട്ടുന്നു, ജിസാലിന് 8 വോട്ട് കിട്ടുന്നു, ബിൻസിക്ക് 7 വോട്ട് കിട്ടുന്നു. ഇത്രയും പേരാണ്, ഈ 4 പേരാണ് പുറത്തു പോകേണ്ടത്. ഓക്കെ, ഷാനവാസ് മാത്രമുള്ള ആണായിട്ട്. അതാണ് ഒരു ബെഡേ ഉള്ളൂ. ഈ ബെഡിൽ ചിലപ്പോ ഈ 3 പെൺകുട്ടികളും കിടക്കാം, ഷാനവാസിന് കിടക്കാൻ പറ്റൂലായിരിക്കാം. ഉറപ്പുള്ള കാര്യമല്ല, അങ്ങനെ കിടക്കൂല. അപ്പോ ഇവർക്ക് ഒരുമിച്ച് കിടക്കണമെങ്കിൽ ആ ബെഡിൽ കിടക്കാം. ആ ബെഡിൽ കിടക്കണമെങ്കിൽ ബെഡിൽ മാത്രമേ കിടക്കാൻ പാടുള്ളൂ, വേറെ എവിടെയും കിടക്കാൻ പാടില്ല. പക്ഷെ ഈ 3 പെൺകുട്ടികൾ കിടക്കുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അറിയില്ല, നമുക്ക് നോക്കാം. പിന്നെ ബിഗ് ബോസ് ഇങ്ങനെ ഒരു സാധനം ഇറക്കിയെന്ന് വെച്ചാല് ഈ 2 ദിവസമായിട്ട് ഇവർക്ക് ഒന്നുമില്ല, ഒന്നും ഇവർ ചെയ്യുന്നില്ല. അപ്പോ ഈ ബിഗ് ബോസ് തന്നെ ഒരു ഇതങ്ങ് ഇട്ട് കൊടുക്കുകയാണ്, ഇവരൊന്ന് ഇതാവട്ടെ എന്നുള്ള രീതിയിൽ. അപ്പൊ ഇപ്പൊ കൂടെ നിന്ന ആൾക്കാർ വരെ എല്ലാവരുടെ പേര് പറഞ്ഞപ്പോ മനസ്സിലായി, ഓഹോ ഇതാണല്ലേ, മനസ്സിലായി എന്നുള്ളത്. ഇപ്പൊ ജിസൈല് വന്നിട്ട് ബിൻസിയുടെ പേര് പറഞ്ഞപ്പോ ബിൻസിക്ക് പൊട്ടിയിട്ടുണ്ട്. ബിൻസിയുടെ ഫേസ് കണ്ടാൽ തന്നെ മനസ്സിലായി ബിൻസിക്ക് അത് പൊട്ടിയിട്ടുണ്ട്. ജിസൈല് ബിൻസിയുടെ പേര് പറഞ്ഞപ്പോൾ പൊട്ടുന്നുണ്ട്. അതുപോലെ അനിമോളിന്റെ കേസ് വരുമ്പോഴും ജിസാന്റെ കേസ് വരുമ്പോഴും എല്ലാവർക്കും നല്ല ദേഷ്യം വരുന്നുണ്ട്. ഷാനവാസിന്റെ കാര്യം പറയുമ്പോൾ ഷാനവാസിന് ഇപ്പൊ ഏകദേശം മനസ്സിലായി, ഞാൻ പെട്ടു എന്ന് മനസ്സിലായി. അടുത്ത ആഴ്ചത്തേക്കുള്ള നോമിനേഷനുള്ള കാര്യവും ഇപ്പോഴേ ഷാനവാസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മറ്റേ കുലപുരുഷന്റെ കാര്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ തമ്മിൽ തല്ലിക്കാൻ വേണ്ടി ബിഗ് ബോസ് ചെയ്ത ഒരു സംഭവമാണ്. കൂട്ടത്തിൽ തന്നെ ഒരു ഡയറക്റ്റ് എവിക്ഷനും നടക്കുന്നു എന്നത് മാത്രം. അപ്പൊ എനിക്ക് അതാണ് ഇന്നത്തെ ആ ലൈവ് കണ്ടിട്ട് എനിക്ക് അതാണ് തോന്നിയത്. എന്തായാലും കൊള്ളാം, നന്നായിട്ട് വരട്ടെ. ഡയറക്റ്റ് എവിക്റ്റ് ആവുന്നത് ആരാണെന്ന് അറിയില്ല. പക്ഷെ ഈ സീസണിൽ ഞാൻ കണ്ടു വെച്ചാൽ ആണുങ്ങൾക്ക് ഒന്നുമില്ല, ആണുങ്ങൾ ഒന്നും ചെയ്യുന്നില്ല, വെറുതെ ഇരിക്കുന്നു. പക്ഷെ പെണ്ണുങ്ങളാണെങ്കിൽ അത്യാവശ്യം എന്തെങ്കിലും സംസാരിക്കുന്നുണ്ട്, ഒരു ക്ലാരിഫിക്കേഷൻ. ഞാൻ കണ്ടതില് അക്ബർ, അപ്പാനി ശരത്ത്, ഈ അഭിലാഷും കൂടി, ആര്യനും അങ്ങൂടി, ആര്യൻ, ഷാനവാസ്, ഈ ആണുങ്ങൾ എല്ലാവരും അനീഷിന്റെ പുറകെ നടന്നിട്ട് അനീഷിനെ ഇതാക്കാൻ നിൽക്കണം. ഇങ്ങനെ പോവുകയാണെങ്കിൽ അനീഷ് കപ്പടിക്കും. സത്യമായിട്ട് പറയാണ്, അനീഷ് കപ്പടിക്കും, അനീഷിനെ ഇത് കിട്ടും. കാരണം അനീഷിനെ ടോർച്ചർ ചെയ്യാൻ ഇപ്പൊ അനീഷ് ഇങ്ങനെ അവരെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്, ഇല്ലാന്നല്ല. പക്ഷെ ഇവര് ഇപ്പോഴേ അനീഷിനെ തകർക്കണം എന്നുള്ള രീതിയിൽ ഇവരെന്തൊക്കെയോ കാണിക്കുന്നത്, പുതിയ പരീക്ഷണങ്ങൾ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അപ്പൊ അറിയില്ല, നമുക്ക് നോക്കാം എന്താകുമെന്ന്. 2 ദിവസം എല്ലാം ആവുന്നുള്ളൂ, നമുക്ക് നോക്കാം. അപ്പൊ ഇത്രേ ഉള്ളൂ, കഴിഞ്ഞു. അപ്പോ ഇനി ഞാൻ ചിലപ്പോൾ ഡയറക്റ്റ് എപ്പിസോഡായിരിക്കും വരുന്നത്. കാരണം ഇപ്പൊ ഇനി വലിയ ഇതൊന്നുമില്ല. 8:18 മണിയായി, 1 മണിക്കൂറുള്ളൂ. അതിപ്പോ പെട്ടെന്ന് പോയിട്ട് വരാം. 9:30 ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഷോ ഇത് തുടങ്ങും. ചിലപ്പോ ഇത് എന്തായാലും നമ്മുടെ ഇതിൽ കാണിക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. അപ്പൊ പുതിയൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ.